കേരള സംസ്ഥാനത്ത് തൊഴിൽ തേടിയെത്തുന്ന അതിഥി തൊഴിലാളികൾക്കായി കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ആവാസ്. മുൻ വർഷങ്ങളിൽ അതിഥി തൊഴിലാളികൾക്കായി ആവാസ് പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന് പ്രത്യേകമായി ആവാസ് കാർഡ് നൽകിയിരുന്നു. നിലവിൽ അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി അതിഥി പോർട്ടൽ വികസിപ്പിച്ചിട്ടുണ്ട്. അതിഥി രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നൽകും. ഈ നമ്പറാണ് ആവാസ് പദ്ധതി പ്രകാരമുള്ള സൗജന്യ ചികിത്സയ്ക്കായി ഉപയോഗിക്കേണ്ടത്. ആവാസ് പദ്ധതിയുടെ TMS വഴി ആശുപത്രികൾ രോഗികളെ അഡ്മിറ്റ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വെബ് ബ്രൗസറിൽ awas.keltron.in എന്ന് ടൈപ്പ് ചെയ്ത് ലോഗിൻ പേജിലേക്ക് പോകാം. അവിടെ ഓരോ ആശുപത്രിക്കും ലഭിച്ചിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഹോം പേജിലെത്തിയ ശേഷം രോഗിയെ രജിസ്റ്റർ ചെയ്യുന്നതിനായി രജിസ്ട്രേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആവാസ് കാർഡുമായി ആണ് ഗുണഭോക്താവ് വരുന്നതെങ്കിൽ UIN സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിഥി രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. രോഗിയുടെ കയ്യിൽ അതിഥി രജിസ്ട്രേഷൻ നമ്പറോ ആവാസ് കാർഡോ ഇല്ലാത്ത പക്ഷം രോഗിയുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രോഗിയുടെ വിവരങ്ങൾ എടുക്കാവുന്നതാണ്. ഇതിനോടകം അതിഥി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ഡിസ്പ്ലേയിൽ കാണിക്കും. യുണീക്ക് നമ്പർ അതിൽ നിന്നും കുറിച്ച് വയ്ക്കുക. ഈ നമ്പറാണ് രജിസ്ട്രേഷനും ബ്ലോക്കിങ്ങിനുമായി ഉപയോഗിക്കേണ്ടത്. രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ രജിസ്ട്രേഷൻ സ്ലിപ്പ് ലഭിക്കും. ശേഷം ഹോം പേജിൽ പോയി അഡ്മിഷൻ ടാബ് സെലക്ട് ചെയ്ത് ബ്ലോക്കിംഗ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ രോഗിയുടെ ആവാസ് കാർഡ് നമ്പർ അഥവാ UIN അല്ലെങ്കിൽ അതിഥി രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പേഷ്യൻ്റ് നെയിം സെലക്ട് ചെയ്യുക. IP ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുക. IP നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം പ്രൊസീജിയർ കാറ്റഗറിയും പ്രൊസീജിയർ പാക്കേജും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ബ്ലോക്കിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രോഗിയുടെ ചികിത്സ പൂർണ്ണമായതിനു ശേഷം ഡിസ്ചാർജ് നടപടിയിലേക്ക് പോകാവുന്നതാണ്. ഇതിനായി ഹോം പേജിലെ ഡിസ്ചാർജ് ടാബിൽ നിന്നും ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ബ്ലോക്കിംഗ് സമയത്ത് ഉപയോഗിച്ച ആവാസ് കാർഡ് നമ്പർ അല്ലെങ്കിൽ അതിഥി രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം പേഷ്യൻ്റ് നെയിം സെലക്ട് ചെയ്യുക. ഡിസ്ചാർജ് ഡിസ്ക്രിപ്ഷൻ വ്യക്തമായി രേഖപ്പെടുത്തുക. അതിനുശേഷം ഫൈനലൈസ് എമൗണ്ട് ടാബ് ക്ലിക്ക് ചെയ്ത് ഡിസ്ചാർജ് പൂർത്തിയാക്കുക. ഇവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.